അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ 25 കൃപാസനത്തിൽ നിന്ന് അർത്തിങ്കപ്പള്ളിയിലേക്ക് നടത്തിയ 5 ലക്ഷത്തോളം പേര് പങ്കെടുത്തിട്ടുള്ള കോടിക്കണക്കിന് ജപമാലയുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പട പോലെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനർജനിക്കുകയും പുനർജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ. മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ, അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷാഫലത്തിൽ മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ, ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ, അത് കഴിഞ്ഞവരെ, വിസ പ്രോസസ്സിങ് കൊടുത്തിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവരെ,
നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, ഡിവിഷൻ ഫോറുള്ള അധ്യാപകരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിനായി ദൈവത്തിലെ നിന്റെ എല്ലാവിധ വേദനകളിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാകട്ടെ. God increase the spirit of power and grace. തകർന്ന ഹൃദയം അങ്ങ് നിരസിക്കുകയില്ല. അപ്പൊ ഇതെല്ലാം ജീവിത അനുഭവങ്ങളിലൂടെയാണ് സങ്കീർത്തനങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. തകർന്ന ഹൃദയമാണ് എൻ്റെ കാഴ്ചയെന്ന് പറയത്തില്ലേ, അത് ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സങ്കീർത്തനം 51:17 അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന്റെ സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഇത് അദ്ദേഹത്തിന് ആ ദൈവത്തിന്റെ സന്നിധിയിലെ ആവലാതിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ടാണ് അത് അതിൻ്റെ കൂടെ എഴുതിപ്പോയത്. ഇപ്പോഴ് നമ്മൾക്ക് യഥാർത്ഥ ഇസ്രായേലിനായിട്ടൊക്കെ ജീവിക്കാം. വചനം ചോദിക്കുന്ന ഒരു സംഭവമുണ്ടേ, ഏശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്നില്ലേ. ഈ യാക്കോബ് കാപട്യക്കാരനാണെന്നല്ല പറഞ്ഞത്, അയാളെ പിന്നെ ദൈവം സ്നേഹിച്ചു എന്ന് പറയാൻ കാരണം എന്താ? റോമ 9:13 യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. അയാളാണല്ലോ ഇസ്രായേലിയൻ എന്ന് പറയണത്, യഥാർത്ഥ ഇസ്രായേലിയൻ എന്ന് പറയണത്. ആ ഇസ്രായേലിയൻ ആദ്യത്തെ ഇസ്രായേലിയൻ അദ്ദേഹമാണ്. അദ്ദേഹം കാപ്പട്യക്കാരനാണെന്നാണ് പറയണത് കർത്താവ് നഥാനിയലിനെ ഉദ്ധരിച്ചുകൊണ്ട്. പക്ഷെ എങ്കിലും യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയണ്ട. അപ്പൊ കാപട്യത്തെക്കാൾ ഉപരി അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും ഉറക്കം ഉണ്ടാകും ചിലപ്പോൾ ഹൃദയത്തിന്. ഗതികേട് കൊണ്ട് ചിലപ്പോൾ അയാളെ അങ്ങനെ ജീവിച്ചതായിരിക്കും ചിലപ്പോൾ. അതിനുശേഷം അയാൾക്ക് കണ്ണീരുണ്ടാവും. ബഥേലിലൊക്കെ സ്വപ്നം കഴിയുമ്പോൾ അയാൾ ആ തൈലം ആ കരിങ്കൽ കഷ്ണത്തിൽ തൈലം പൂശിയിട്ട് കർത്താവിനെ പ്രതിഷ്ഠിക്കണില്ലേ. അപ്പൊ എല്ലാ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലും ദൈവത്തെ അവലംബിച്ചു പോകുന്നൊരു അവസ്ഥ യാക്കോബിൻ്റെ ജീവിതത്തിലെല്ലാം കാണാൻ പറ്റും. അവിടെ നമുക്ക് വരുന്നൊരു വിഷയം, യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ ഈശോ പറയും, ഈശോൻ്റെ കാലം വരുമ്പോഴും അയാൾ ഹിപ്പോക്രാറ്റ്സിൻ്റെ ലിസ്റ്റിലാണ് അയാൾ ഉള്ളത്. ഹിപ്പോക്രാറ്റ്സിനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ എന്താ ഇതിപ്പം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകും. കയ്യബദ്ധങ്ങൾക്ക് ജീവിതത്തിൽ ചില സമയത്ത് വന്നാൽ ഹൃദയനുറുക്കം ഉണ്ടാകണം, അത്രേ ഉള്ളൂ. ഹൃദയനുറുക്കം എന്ന് പറയുമ്പോഴേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ആവർത്തിച്ച് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ക്രമീകരിക്കുകയല്ല, മറിച്ച് എന്തെങ്കിലും ഒരു ദൈവത്തിൽ നിരക്കാത്ത ഒരു ചെറുതായ കാര്യമാണെങ്കിലും ഈ അനുതാപം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആൾക്കാർക്കും ആധ്യാത്മിക വരൾച്ച വരാൻ കാരണം അതിൻ്റെ അന്തസത്തയായ അനുതാപം ദൈവസ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന് ഇല്ലാത്തതും, ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഉള്ളിൽ തീരുമാനിക്കുന്നത് കൊണ്ടും, ദൈവത്തിൻ്റെ കണ്ണിലെ ഒരു പൊടിയിട്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ള മിനിമം പരിപാടി ആയതുകൊണ്ടാണ്. ഉടമ്പടിക്കാരോടാണ് ഞാൻ ഇത്രയും കർക്കശമായിട്ട് സംസാരിക്കുന്നത്. കാര്യം
ഉടമ്പടിക്കാർ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പാണെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ചേഞ്ച് ചെയ്യേണ്ടി വരും. സത്യസന്ധമായ അനുതാപത്തിലൂടെ മുന്നോട്ട് പോകാൻ, ഹൃദയം നുറുങ്ങിയ ഹൃദയത്തോട് മുന്നോട്ട് പോകാൻ, ദൈവത്തിനെന്ന് സ്വീകാര്യമായ രീതിയിൽ നിലനിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ
പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ
കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ ആവേ ആവേ
മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ
നാലാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ
അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ,
ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും. എൻ്റെ പേര് റോണി ലിൻസൺ. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ വന്നത് ഈ മാസം 8-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ മാതാവ് കൃത്യം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ UK-യിലായിരുന്നു. അവിടെ എൻ്റെ 2 വർഷത്തെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണ് ഞാൻ UK-യിലേക്ക് പോയത്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഒരു കമ്പനിയിൽ നിന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എനിക്ക് എല്ലാ കമ്പനിയിൽ നിന്നും റിജക്ഷൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 1 വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പപ്പയും അമ്മയും എന്നോട് പറഞ്ഞു. അപ്പോഴാണ് പപ്പയും അമ്മയും മാതാവിൻ്റെ കാര്യം, കൃപാസന മാതാവിൻ്റെ കാര്യം എന്നോട് പറയുന്നത്. മാതാവിൻ്റെ കാര്യം എന്നോട് പറയുകയും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ആയിരുന്നതിനാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിനാൽ പപ്പയും അമ്മയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും എൻ്റെ അവസ്ഥകൾ അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്കായിട്ട് പപ്പയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തുവിടുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഒരു മെഴുകുതിരിയും ജപമാലയും എൻ്റെ കൂട്ടുകാരൻ വഴി UK-യിലേക്ക് എനിക്ക് തന്നുവിട്ടു. പിന്നീട് ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ മാതാവിൻ്റെ ഈ കാശുരൂപവും ഈ തിരിയും കത്തിച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ കമ്പനികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും എനിക്ക് പിന്നീടും എനിക്ക് കുറേ റിജക്ഷൻസ് ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ റിജക്റ്റ് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് എന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചു. എൻ്റെ പ്രൊഫൈൽ കണ്ട് അവർക്കോ ഇഷ്ടപ്പെട്ട് അവർ തിരിച്ചിങ്ങോട്ട് എന്നെ വിളിച്ച് അവർക്ക് അവരെനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ അതൊരു ആക്ച്വലി ലണ്ടൻ ബേസ്ഡ് കമ്പനിയായിരുന്നു. ഞാൻ മിഡിൽസ്ബ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയി. പോകുന്ന വഴിയും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അത്ര ഹോപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും മാതാവിൻ്റെ ഈ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു ഇനിഷ്യൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ നമുക്കൊരു അസസ്മെൻറ്റ് തരും, ഒരു പ്രൊജക്റ്റ് തരും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്നെ അടുത്ത സ്റ്റേജിലേക്ക് വിളിക്കാമെന്ന് അവർ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് മിഡിൽസ്ബ്രോയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ കമ്പനി എന്നെ തിരിച്ച് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഈ സെയിം കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, റോണി ഇനി സെക്കൻഡ് സ്റ്റേജിലേക്കും തേർഡ് സ്റ്റേജിലേക്കും പോകേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഈ പാസ്സായി, റോണി സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ആ ജോലി അന്ന് ലഭിക്കുകയാണ് ചെയ്തത്. അന്ന് ഞാൻ മാധവനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക്
ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് ഞാനവിടെ ജോയിൻ ചെയ്തു. പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ അച്ഛനോടും പറഞ്ഞു, അപ്പോൾ കുഴപ്പമില്ല, വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് കുഴപ്പമില്ലാതെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പതുക്കെ എൻ്റെ ജോലി തിരക്കുകൾ വന്നത് കാരണം പ്രാർത്ഥന എന്നിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി. ഞാൻ പ്രാർത്ഥനയിലുള്ള പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നും പ്രാർത്ഥിക്കാതെയായി, പള്ളിയിൽ പോകുന്ന ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവാതെയായി. അങ്ങനെ പോകും തോറും എൻ്റെ ജോലിയിൽ പല പ്രശ്നങ്ങളും വന്നു തുടങ്ങി. പെട്ടെന്നാണ് UK ഗവൺമെൻറ്റിൻ്റെ വിസ നിയമങ്ങൾ മാറുകയും അതെൻ്റെ ജോലിയെ ബാധിക്കുകയും ചെയ്യുന്നത്. ഈ കമ്പനി എനിക്ക് ആദ്യം വിസ തരാമെന്ന് പറഞ്ഞിരുന്ന കമ്പനി പിന്നീട് ഈ റൂൾസ് വന്നതോടെ എനിക്ക് വിസ തരില്ല എന്ന് പറയുകയും എൻ്റെ ജോലി നഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലായി അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം, എങ്ങനെയെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കി തരണേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവ് ഇന്നും എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു ജോലി അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. കുറേ കമ്പനീസിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു. പക്ഷേ അവർക്ക് ആർക്കും എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ പ്രൊഫൈൽ കണ്ട് അവർക്ക് ഓക്കെയാണ്, പക്ഷേ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ നാട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം, സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഒരു ജോലി അമ്മ എനിക്ക് തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന് ഞാൻ ഈ മാസം 4-ാം തീയതിയാണ് എത്തിയത്. ഫസ്റ്റ് ആഴ്ച തന്നെ 8-ാം തീയതി തന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു. ഒരു ഓൾഡ് ഏജ് ഹോമിൽ, അനാഥാലയത്തിലൊക്കെ പോയി ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു. എന്നും കുർബാന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഡെയിലി ബ്രെഡ് കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ ഇങ്ങനെ കഴിഞ്ഞപ്പം എൻ്റെ ഫോണിൽ ആക്ച്വലി ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത്, ജോലി നഷ്ടപ്പെട്ട സമയത്തും കുറേ വേറെ രാജ്യങ്ങൾക്കും, ദുബായ്, അങ്ങനെ കുറേ രാജ്യങ്ങൾക്കുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനികളിൽ നിന്നെല്ലാം എനിക്ക് റിജക്ഷൻ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ ലണ്ടനിലായിരുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് പെട്ടെന്ന് ആളെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാ കമ്പനിയിൽ നിന്നും എനിക്ക് റിജക്ഷനാണ് വന്നത്. സോ ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു വിസിറ്റ് വിസ എടുത്ത് ദുബായിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നൊരു കമ്പനിയുടെ കോൺടാക്റ്റ്, ആ കമ്പനിയുടെ കോൺടാക്റ്റിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാമെന്ന് തോന്നി എനിക്ക്. ആക്ച്വലി ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അന്ന് അവർ എന്നെ റിജക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ വീണ്ടും ഒന്നുകൂടി അവരോടൊന്ന് ചോദിക്കാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുക, മാതാവ് എന്നോട് തോന്നിപ്പിക്കുക അവർക്കൊന്നുകൂടെ മെസ്സേജ് അയക്കാം. അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം അപ്പോൾ അവർ പറയുകയാണ് ഇപ്പോഴും ആ വേക്കൻസി അവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ CV അയച്ചു കൊടുത്തു. വിത്തിൻ 1 വീക്ക് വളരെ പെട്ടെന്നാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. അവർ എൻ്റെ CV നോക്കി അടുത്ത സ്റ്റേജിലേക്ക് എന്നെ സെലക്റ്റാക്കി. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എന്നെ സെലക്ട് ആക്കിയതിന് ശേഷം എനിക്കൊരു പ്രൊജക്റ്റ് തരുന്നു. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാനല്ല ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് മാതാവ് എന്നെക്കൊണ്ട് ചെയ്യിക്കണം, മാതാവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങി. ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പ്രൊജക്റ്റ് തീർത്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം എനിക്ക് മെയിൽ വരുവാണ്, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ആയി എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ്. അങ്ങനെ 3-ാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ സെലക്റ്റായി. ഞാൻ പറഞ്ഞ സാലറിയിൽ അവരെനിക്ക് ജോബ് ഓഫർ തന്നു. നാളെ ദുബായിക്ക് ഞാൻ പോവുകയാണ്. അമ്മ മാതാവ് അനുഗ്രഹിച്ച് തന്ന ജോലിയുമായിട്ട് ഞാൻ ദുബായിക്ക് പോവുകയാണ്. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. യെശയ്യാ 66:13-14 തിരുവചനങ്ങൾ. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോട് കൂടെയും
കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും. റോണി ലിൻസൺ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, മകൻ്റെ ഈ സാക്ഷ്യം തുടങ്ങുന്നത് അമ്മയെടുത്ത ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി നമ്മളെടുത്ത് ആദ്യം പലപ്പോഴും നമുക്ക് വേണ്ടി ആയിരിക്കില്ല മാതാപിതാക്കൾ ഉടമ്പടി നിയോഗം വയ്ക്കുന്നത്, മക്കൾക്ക് വേണ്ടിയാവും. എന്നാൽ പ്രായപൂർത്തിയായ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി നിയോഗം വയ്ക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ജീവിതം സുരക്ഷിതമായി കഴിഞ്ഞ് നാം ഉടമ്പടിയിൽ വെച്ച നിയോഗം അവർക്ക് അനുഗ്രഹമായി കഴിയുമ്പോൾ അമ്മയുടെ അരികിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക, അമ്മയുടെ സന്നിധിയിൽ അവരുടെ ജീവിതത്തെ നന്നായി ഉറപ്പിക്കുക, അവരുടെ ജീവിതത്തെ അമ്മയുടെ സംരക്ഷണയിലേക്ക് വളർത്തുക എന്നത്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വരുന്ന ഒരു പരാജയം, മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടി എന്ന് പറയുവാൻ സന്തോഷമാണെങ്കിലും മറ്റുള്ളവരെ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ പലപ്പോഴും മടി കാണിക്കുന്നവരോ പുറകോട്ട് പോകുന്നവരോ ആയിപ്പോകും. മകൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മുഴുവനും അത് മാത്രമാണ്. അമ്മ ഉടമ്പടിയെടുത്തു, മകനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അവൻ UK-യിൽ എത്തിച്ചേർന്നു. അവൻ്റെ ജോലിക്ക് വലിയ ക്ലേശങ്ങളൊന്നും ഉണ്ടായില്ല. 2 വർഷം സുരക്ഷിതമായി അവൻ മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ അവൻ സാക്ഷ്യം പറയേണ്ടതുണ്ടായിരുന്നു. വന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ആ വിഷയം ലൈറ്റായിട്ടെടുത്തു. ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറയും, സാക്ഷ്യം പറയുക എന്നത് ദൈവത്തിനുള്ള നന്ദി, അത് കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഭിക്ഷയല്ല. പലപ്പോഴും നമ്മൾ സാക്ഷ്യത്തെ ദൈവത്തിന് കൊടുക്കുന്ന ധർമ്മമായിട്ട് ഭിക്ഷയായിട്ടാണ് കാണുന്നത്. എപ്പോഴെങ്കിലും കൊടുത്താൽ മതി, എങ്ങനെയെങ്കിലും കൊടുത്താൽ മതി, ആളില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ദൈവസന്നിധിയിൽ പോലും നമുക്കൊന്ന് എളിമപ്പെടുവാനും ദൈവസ്നേഹത്തെ അനുഭവിക്കുവാനും പറ്റുന്നില്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നമ്മളെങ്ങനെ എളിമയുള്ളവരായി ജീവിക്കും? അത് ഗൗരവമുള്ള ഒരു ജീവിത ചോദ്യമാണ്. മകൻ പറയുന്നുണ്ട്, വീണ്ടും അവൻ പ്രതിസന്ധിയിലായി. അപ്പോൾ ഉടമ്പടിയുടെ ആകെ ക്ലേശത്തിലാണവൻ. അമ്മയെ വിളിച്ച് പതിവ് പോലെ പറഞ്ഞു, അമ്മ, ഞാൻ നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലെത്തി, കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല, ഇവിടെ കൂടുതൽ കർശനമായി അമ്മ സഹായിക്കണമെന്ന്. അമ്മ സഹായിക്കണമെന്നാൽ അമ്മ ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി ഉപവസിക്കണം, അമ്മ ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മ ഉടമ്പടിയിൽ എനിക്ക് വേണ്ടി കൃപാസനം പത്രം കൊടുക്കണം. ഇത് അമ്മയോട് പറയാതെ പറയുന്ന കാര്യങ്ങളാണ്. അമ്മ എങ്ങനെയെങ്കിലും എൻ്റെ വിഷയം അത് അമ്മയോട് മാതാവിനോട് പ്രാർത്ഥിക്കണം. വീണ്ടും അവൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്, എൻ്റെ അമ്മ വന്ന് പ്രാർത്ഥിച്ചു, ജോസഫ് അച്ഛനെ കണ്ടു, കാശ് രൂപം കൊടുത്തു. അച്ഛൻ അത് അമ്മ മറ്റൊരു വ്യക്തിയിലൂടെ അത് വിദേശത്ത് എത്തിച്ചു തന്നു. എൻ്റെ കയ്യിൽ കാശ് രൂപം കിട്ടി, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ഇൻ്റർവ്യൂ, ഞാൻ ആദ്യം ഒരു അപേക്ഷ അയച്ച് എന്നെ റിജക്റ്റ് ചെയ്ത അതേ കമ്പനിയിൽ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷയില്ലാതെ എങ്കിലും ഒരു അവസരം കിട്ടിയതല്ലേ എന്ന് കരുതി അവിടെ പോയി അതിൽ പങ്കുചേർന്ന് ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ 3 or 4 സ്റ്റേജ് ഇൻ്റർവ്യൂ ഉള്ളെടുത്ത് ആദ്യത്തെ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ മകന് ആ ജോലി അവരനുവദിച്ചു കൊടുക്കുന്നു. പരിശുദ്ധമ്മയുടെ കരുതൽ അത്ര വലുതാണ്. നമ്മൾ ഒരാളും നിരാശപ്പെടുവാൻ, കണ്ണീരണിയുവാൻ, ശിരസ് കുനിക്കുവാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. അമ്മയെ അറിയുന്ന മക്കളാണോ, അമ്മയുടെ അരികിലെത്തിയ മക്കളാണോ എങ്കിൽ അവരുടെ ജീവിതം ലോകത്തിൽ തലയുയർത്തി നിൽക്കുവാനും ദൈവനാമത്തെ സന്തോഷത്തോടെ പ്രഘോഷിക്കുന്നവരായി ജീവിക്കുവാനും അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മകന് 2ാമത് UK-യിൽ ജോലി ലഭിക്കുന്നത്. ജോലി ലഭിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, പിന്നീട് കാര്യം എൻ്റെ ജീവിതം ഇത്തിരി ഉഴപ്പി, പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോയി, ഇത്തിരി മടിയായി, ക്ലേശമായി. അപ്പോൾ അവിടെ നിയമങ്ങൾ മാറി, പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യമെത്തി. പിന്നെ ഞാൻ വേഗത്തിൽ നാട്ടിലേക്ക് വരേണ്ടി വന്നു. 2 വർഷത്തിന് ശേഷം 4 വർഷം എത്തുമ്പോൾ UK-യിലുള്ള ജോലിയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് തുടരാനാവാതെ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അവൻ സാക്ഷ്യപത്രത്തിലൊരു കാര്യം എഴുതി. നാട്ടിലേക്ക് വന്നപ്പോൾ
ആദ്യം എൻ്റെ മനസ്സിലുള്ള തീരുമാനം അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കണം എന്നതായിരുന്നു. 4-ാം തീയതി നാട്ടിലെത്തി, 8-ാം തീയതി വന്ന മകൻ ഉടമ്പടി എടുത്തു ഈ മാസം. എന്നിട്ട് അവൻ സൂചിപ്പിച്ചു, ഉടമ്പടി ഞാനിങ്ങനെ ജീവിച്ചു തുടങ്ങി, സന്തോഷത്തോടെ ഓരോ കാര്യവും ചെയ്തു. എൻ്റെ കഴിവ്, ചിലപ്പോഴുള്ള ക്വാളിഫിക്കേഷൻ പോലും നമുക്കത് ഒരു അനുഗ്രഹമായി തീരുവാൻ തടസ്സമാവും. എല്ലാം ക്വാളിഫിക്കേഷനുണ്ട്, ജോലിയില്ല, സുസ്ഥിതിയില്ല, മുന്നോട്ട് നമുക്ക് പോകാനാവുന്നില്ല. ഈ പ്രശ്നം ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വന്നു കയറാറുണ്ട്. മകൻ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെ പ്രൊഫൈൽ നല്ലതാണ്, പക്ഷെ പ്രൊഫൈലിന് ഒത്തുള്ളൊരു പ്രൊഫഷൻ എനിക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. അതായിരുന്നു പ്രശ്നം. മകൻ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം ദുബായിൽ പല കമ്പനികളിലേക്ക്, പല രാജ്യത്തേക്ക് ഞാൻ CV അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നേരത്തെ എന്നെ റിജക്റ്റ് ചെയ്ത ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വെറുതെ വീണ്ടും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയെന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടി CV അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ മകൻ പറയുന്നുണ്ട്, എൻ്റെ CV ചെല്ലുന്നു. 2 ദിവസം കഴിയുമ്പോൾ അവരൊരു പ്രോജക്റ്റ് ഇട്ട് തരുന്നു. ഇത് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറയുന്നു. 1 ദിവസം കൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കുന്നു. അടുത്തത് ഇട്ട് തരുന്നു. അത് വീണ്ടും ഞാൻ ചെയ്തു കൊടുക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഈ പ്രോസസ്സ് മുഴുവൻ പൂർത്തീകരിച്ച് ഇന്ന് ഉടമ്പടി എടുത്ത് 10 ദിവസം തികയുമ്പോൾ മകന് ദുബായിലേക്ക് മകൻ ചോദിച്ച ശമ്പളത്തിൽ ജോലി നിയമനം നൽകിക്കൊണ്ട് അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ജോസഫ് അച്ഛൻ പറയുന്നത്, ഉടമ്പടി ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഉടമ്പടി എടുത്താൽ മക്കളുടെ നിയോഗമാണ് സമർപ്പിക്കുന്നതെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മക്കളെ അമ്മയുടെ അൾത്താരയിൽ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കണ്ണീരോടെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഈ മകനെ, അവൻ്റെ ദൈന്യതയെ, അവൻ്റെ പരീക്ഷയ്ക്കുള്ള വിജയത്തിന് വേണ്ടി, അവൻ്റെ ജോലിക്ക് വേണ്ടി, അവൻ്റെ സുസ്ഥിതിയുള്ള കുടുംബത്തിന് വേണ്ടി ഞാൻ അമ്മയുടെ അരികിൽ പ്രാർത്ഥിച്ചു. അമ്മ അത് അനുവദിച്ചു കൊടുത്തുവെന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചവരെ കൂട്ടിക്കൊണ്ടുവന്ന് പറയുക എന്നത്. അപ്പോഴാണ് ആ നിയോഗം അനുഗ്രഹമാകുന്നത്, ആ അനുഗ്രഹം നിലനിൽപ്പിൻ്റെ സാക്ഷ്യമായി നമുക്ക് മാറുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, മറ്റൊരാളുടെ നിയോഗം എഴുതി വയ്ക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ലോകത്തിന് വിശ്വാസം പകരുന്ന വിധത്തിൽ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട്. ഈ മകൻ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ് അവൻ പറയുന്നത്. അടഞ്ഞ വാതിലെങ്ങനെ തുറന്നു വന്ന് തന്നെ റിജക്റ്റ് ചെയ്ത കമ്പനി നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ജോലിക്ക് വേണ്ടി എങ്ങനെ തിരഞ്ഞെടുത്തുവെന്ന്, താൻ ആഗ്രഹിച്ച സാലറിയിൽ തൻ്റെ പ്രൊഫൈലിനൊത്ത വിധം ഒരു പ്രൊഫഷൻ നൽകിക്കൊണ്ട്, തൻ്റെ പ്രൊഫഷനൊത്ത വിധം ഒരു സാലറി നൽകിക്കൊണ്ട് അമ്മ മാതാവ് മകൻ്റെ കരമെങ്ങനെ പിടിച്ചുവെന്ന് ഈ അൾത്താരയിൽ സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. പക്ഷേ ഈശോയെ അനുഗമിക്കുവാനുള്ള വിശ്വസ്തതയുള്ള ജീവിതം കൂടെയുണ്ടെങ്കിൽ അവൻ കൈപിടിച്ച് നടത്തും. അത് സമാധാനമുള്ളതായിരിക്കും, സ്നേഹമുള്ളതായിരിക്കും, സമൃദ്ധിയുള്ളതായിരിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കാം, ദൈവനാമത്തെ സന്തോഷത്തോടെ നമുക്ക് പ്രഘോഷിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു കഷ്ടനഷ്ടങ്ങളിൽ നിന്നും അമ്മ മാതാവ് ഏറ്റെടുത്ത് നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കും. ഈ മകന് ലഭിച്ച ഈ സമയ ചുരുക്കത്തിൽ മകന് ജോലിയും ജീവിതത്തിന് സുരക്ഷിതത്വവും ലഭിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും.